ഹായ്, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് UK-ലെ ലിവർപൂൾ ജോൺ മോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത മിസ് ലഗിഷയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഗിഷ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ലഗിഷ, UK എന്നൊരു കൺട്രി ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. അവിടുത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈഫ് ഓൾമോസ്റ്റ് നോക്കുമ്പോൾ ഒരു അടിപൊളി ലൈഫ് തന്നെയാണ് ഉണ്ടായിരുന്നത്. മിക്സ്ഡ് ആണ്, കാരണം കുടുംബത്തിനെയും ഫാമിലി റിലേറ്റീവ്സ് എല്ലാം വിട്ടിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. കാരണം ഞാൻ ഒരു ഡിഗ്രിയിലൊന്നും ഇതുവരെ ഫാമിലീനെ വിട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അച്ഛനും അമ്മയൊക്കെ വിട്ടു പോകുന്നത്. അതിൻ്റെതായ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ബട്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റി. കുറേ കൾച്ചറൽ ഷോക്സ് എന്ന് പറയാൻ പറ്റില്ല, കൾച്ചറലി കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായി. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ. നോർമലി ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് എബ്രോഡ് പോയിട്ട് ചെയ്യണം, മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പ്ലാൻ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് MBA ബാംഗ്ലൂർ അങ്ങനെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്ത് ചെയ്യണമെന്ന് മാത്രമേ, ഇന്ത്യയിൽ തന്നെ ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുള്ള എക്സാംസും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോസ്റ്റ് നോക്കുമ്പോൾ മേ ബി ഒരു 5-8 lakhs ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ പഠിക്കുമ്പോൾ ഇത്ര പൈസ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ഥലമൊക്കെ കാണാൻ പുറത്ത് പോയാലോ, കാരണം ഫ്രണ്ട്സ് ഓൾറെഡി പോകുന്നുണ്ടായിരുന്നു. അപ്പം അതുവഴി പോയി. അപ്പോൾ വിചാരിച്ചു അതിനൊരു 5-6 ലക്ഷം കൂടുതൽ ഇട്ടാൽ മതിയല്ലോ, കുറച്ച് പുതിയ. അപ്പോൾ ഇപ്പോൾ UK എന്നുള്ള കൺട്രി എങ്ങനെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മെയിനായിട്ട് ചൂസ് ചെയ്തത് ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സ് പോകുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ അണ്ടർ ഗ്രാജുവേറ്റ്. അവരാണ് ഫസ്റ്റ് പോയത്. 6 months കഴിഞ്ഞ് അവരൊരു എക്സ്പീരിയൻസും അവരാ ഒരു പ്ലേസസ്, മെയിനായിട്ട് ആ ഒരു പ്ലേസസ് ഒക്കെ കണ്ടപ്പോൾ കൂടുതൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണല്ലോ. പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ നോർമലി നമ്മളിപ്പോ ഡിഗ്രി ചെയ്യാൻ എബ്രോഡ് പ്ലാൻ ചെയ്യുമ്പോൾ അത് വീട്ടിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഒരു രാജ്യം തന്നെ വിട്ടു പോവാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പുറത്തേക്ക് അയക്കുന്നത്. ഇപ്പം നമ്മള് നോർമലി ഇപ്പൊ ഞാനൊക്കെ വരുന്ന ഒരു സാധാരണ കുടുംബത്തിന്, അപ്പം പെൺകുട്ടികളെ കണ്ണിന്റെ മുന്നിൽ തന്നെ കാണും. ഇപ്പൊ കേരളത്തിന് പുറത്തോലും വിടാത്ത അവസ്ഥയാണ്. അപ്പം ഒരു കൺട്രി തന്നെ വിട്ടു പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നല്ല വിഷയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ഒന്നും വിട്ടുപറ്റില്ല. ഈവൻ ഒരു ഹോസ്റ്റലിൽ പോലും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോകുമ്പം അച്ഛനും അമ്മക്കും ചേച്ചിക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ പോകുന്നതിൽ ഒരു എന്നെ മിസ് ചെയ്യും, ഞാൻ എന്താ ചെയ്യാന്ന് അവർക്ക് അറിയില്ല, ഞാൻ ഇതിന് കേപ്പബിൾ ആണോ എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ അലൗ ചെയ്തു. ഇപ്പാണ് മീൻസ് നമ്മളൊന്ന് വിട്ടുന്നാലാണ് നമ്മൾ കുറച്ചുകൂടെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ പറ്റും എന്നുള്ള ഒരു പരിപാടി, കോൺഫിഡൻസ് കിട്ടും മെയിനായിട്ട്. അതൊക്കെ പോയത് കൊണ്ട് നേടാൻ പറ്റി. സ്റ്റിൽ പാരന്റ്സിനെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോർമലി ഇപ്പൊ UK ചൂസ് ചെയ്തിരിക്കും സ്റ്റെപ്സ് എന്തൊക്കെയായിരുന്നു? ഇപ്പം IELTS കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. IELTS ചെയ്തിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു എല്ലാ യൂണിവേഴ്സിറ്റീസിനും അത് ആവശ്യമില്ല. ബട്ട് എൻ്റെ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം. അപ്പോൾ ഞാൻ IELTS ചെയ്തു, എക്സാം എഴുതി. അത് കഴിഞ്ഞിട്ടായിരുന്നു ബാക്കി പ്രോസസ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് UK-ൽ. അതിലിപ്പോൾ ലിവർപൂൾ ജോൺ മോസ് യൂണിവേഴ്സിറ്റിനെ ചൂസ് ചെയ്യുന്ന റീസൺ ഉണ്ടോ? ഞാൻ മെയിനായിട്ട് ഈ ലിവർപൂൾ ജോൺ മോസ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള കാരണം, ഞാനൊരു ടൈംസ് ഓഫ് റാങ്കിങ് ലിസ്റ്റ് നോക്കിയിട്ടായിരുന്നു പോയിരുന്നത്. അതായത് 500 അണ്ടർ ലിസ്റ്റിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് എടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. കാരണം കുറച്ച് റാങ്കിങ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസ് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഇച്ചിരി പൈസ കൊടുത്തിട്ടാണേലും റാങ്കിങ് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ടൈംസ് ഓഫ് റാങ്കിങ്ങിൽ 500 അണ്ടർ വേൾഡ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് വെച്ചിട്ടായിരുന്നു എടുത്തത്. അതിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടും എൻ്റെ കോഴ്സ് ഞാൻ നോക്കുന്നത് ഉണ്ടായിരുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്. യൂണിവേഴ്സിറ്റിയുടെ ലൈഫ് എങ്ങനെയായിരുന്നു? സ്ട്രിക്റ്റ് ആണ് യൂണിവേഴ്സിറ്റി? എൻ്റെ യൂണിവേഴ്സിറ്റി ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് നമുക്ക് പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസൈൻമെന്റ്സ് ആണ്. നമ്മളത് മോഡ്യൂളായിട്ട് സബ്മിറ്റ് ചെയ്യുക, നല്ലോണം റിസർച്ച് എടുത്താൽ അതാണ്. അല്ലാതെ നമുക്ക് ഇത് നല്ലോണം വായിച്ച് നമുക്ക് പുറത്തുള്ള ആർട്ടിക്കിൾസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലിവർപൂൾ ജോൺ മോസ്റ്റിന്റെ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ആർട്ടിക്കിൾസ് എടുക്കണം. അപ്പം നമുക്ക് ഈ പുറത്തുനിന്നുള്ള ആർട്ടിക്കിൾസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു മോഡ്യൂൾസിൽ ലാസ്റ്റ് ഡിസർട്ടേഷൻ അങ്ങനെ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള മോഡ്യൂൾസ് ഒക്കെ ഇതിൽ വെച്ച് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ക്ലാസ് ഒക്കെ എപ്പോഴും പോകണം. ഇപ്പോൾ നമ്മൾ നോർമലി എബ്രോഡ് പോകുമ്പോൾ അടിച്ചുപൊളി ലൈഫ് ആഗ്രഹിക്കുമല്ലോ എന്തായാലും. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ലൈഫിനിടയിൽ അതിനൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ? ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ യൂണിവേഴ്സിറ്റി നമുക്ക് ഉണ്ടാകുക ഒന്നിക്കൽ 3 days അല്ലെങ്കിൽ 4 days. 5 days എന്തായാലും ഇല്ല, മേ ബി 3 അല്ലെങ്കിൽ 4. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഡേയ്സ് ഉണ്ട്. നോർമലി പോകുന്ന സമയത്ത് എത്രയായിരുന്നു ട്യൂഷൻ ഫീസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ ചെലവ്? ട്യൂഷൻ എനിക്ക് 16 ആയിരുന്നു ഉണ്ടായിരുന്നു. 16 ലക്ഷം. അതെ, അതായിരുന്നു ഉണ്ടായിരുന്നത്. അത് വൺ ടൈം പേയ്മെന്റ് ആയിട്ടാണോ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ആദ്യം ഒരു 4 ചെയ്തു. പിന്നെ ഞാൻ 3 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് ചെയ്തത്. 4 ചെയ്തു, ബാക്കി ആ ഒരു ടൈം പേയ്മെന്റ്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് അടക്കുന്നത് തന്നെയാണോ? അതെ, യൂണിവേഴ്സിറ്റി തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആയിരുന്നു ആ സമയത്ത്. അവൈലബിൾ ആയിരുന്നു. സ്കോളർഷിപ്പ് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ സ്റ്റുഡൻസിനോട് ജോയിൻ ചെയ്യാൻ? എനിക്ക് സത്യത്തിൽ 18 ആയിരുന്നു എൻ്റെ കോഴ്സ് ഫീ ഉണ്ടായിരുന്നത്. എനിക്ക് 3 lakhs
ആ ഒരു ടൈമിൽ എനിക്ക് കൃത്യ എമൗണ്ട് ഓർമ്മയില്ല, ആ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് അക്കോമഡേഷൻസ് എങ്ങനെയായിരുന്നു? അവിടെ പോയിട്ട് സ്വയം കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? ലിവർപൂള് യൂണിവേഴ്സിറ്റി സഹായിച്ചായിരുന്നു അത് കണ്ടുപിടിക്കാൻ. ഞാൻ പക്ഷേ യൂണിവേഴ്സിറ്റിന്റെ എടുക്കാതെ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഓൾറെഡി കണക്ഷൻ ഉള്ളത് കൊണ്ട് അവർ ത്രൂ ഉള്ളതാണ് ചെയ്തത്. കാരണം കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് അത് തോന്നുന്നു. നോർമലി നമ്മളെ ഫുഡിന്റെ ഒരു ഇഷ്യൂ നമുക്കറിയാം. നമ്മൾ കണ്ണൂർക്കാരാകുമ്പോൾ എന്താ പറയാ, നല്ല മീൻകറി, ചിക്കൻ, കപ്പ, ആ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ പോയ ഇതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവില്ല? അതൊക്കെ മിസ് ചെയ്ത്. കാരണം അതൊക്കെ അവിടെ ഉണ്ട്, പക്ഷെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മൾ ആദ്യം പോകുമ്പോൾ വിചാരിക്കും അവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 100 രൂപയല്ലേ. അപ്പൊ അങ്ങനെയാണ് നമ്മളെപ്പോ അതിന് കമ്പയർ ചെയ്യുക. ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ് അവിടെ? ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മള് ഈ മണി വേരിയേഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയം നമുക്ക് പലതും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്കൊരു ജോലി കിട്ടി നമ്മളൊന്ന് സെറ്റ്. പാർട്ട് ടൈം ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ? പാർട്ട് ടൈം ഓപ്ഷൻ ഉണ്ട്, ഇല്ലാണ്ടൊന്നും പറയില്ല. പക്ഷെ നല്ലോണം സെർച്ച് ചെയ്യണം. എനിക്ക് ഇപ്പൊ യൂണിവേഴ്സിറ്റി ഇല്ല, യൂണിവേഴ്സിറ്റി കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ. അപ്പൊ അവരൊന്നും ആ പരിപാടി ചെയ്തിരുന്നില്ല. നമ്മൾ ആവശ്യത്തിന് അവര് ക്യാഷ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ലൈക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളെ ഇഷ്ടത്തിനാണ്. ആ 20 hours ആണ് നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുക. അത് ചെയ്യാം. ഞാനൊരു സ്റ്റൂവേർഡായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ സ്റ്റൂവേർഡായിട്ടായിരുന്നു ഞാൻ. ആ ഒരു പാർട്ട് ടൈമേ ചെയ്തിട്ടുള്ളൂ, കാരണം അതെനിക്ക് ഇച്ചിരി ഈസി ആയി തോന്നി. അത്ര ഒരു ടൈമേ അവിടെ വർക്ക് ചെയ്യേണ്ട. ബാക്കി സ്റ്റഡീസിന് നോക്കാം. വീക്ക്ലി 1 or 2 ആ ഒരു പാർട്ട് ടൈമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ഫുൾ ടൈം പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ? ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കമ്പൽസറി നോക്കുമ്പം എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ കുറവായിരുന്നു, പക്ഷെ എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലാണ്ടൊന്നും നിൽക്കത്തില്ല, മലയാളികളും ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ നോർമലി നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് UK എന്ന കൺട്രിയെ കുറിച്ചിട്ട്. അതായത് അവിടെ പോകുന്ന സേഫ് അല്ല, നമ്മൾ എന്താ പറയാ സ്കിൻ ടോണിന്റെ ബേസിൽ, അതായത് ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് വെളുത്ത വർഗ്ഗക്കാർ, കറുത്ത വർഗ്ഗക്കാരുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഇഷ്യൂസ് ഒക്കെ അവിടെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മെയിനായിട്ട് ഇപ്പം നിൽക്കുന്നത് നോർത്ത് സൈഡിലാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ, നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ബ്രിട്ടന്റെ ഒരു ലൈക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഭവമില്ലേ, അത് അവിടെ അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ആ ഒരു സംഭവം ഞാൻ അധികമായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. അവരങ്ങനെ മുന്നിലോട്ട് പറയുന്നില്ലേ. ഈ ബ്രിട്ടീഷുകാരെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര വെൽക്കമിങ് ആണ്. അവർ ഭയങ്കര ലൈക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രക്കും വൃത്തിക്കാണ് ട്രീറ്റ് ചെയ്യുക. ബട്ട് ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. പ്രതീക്ഷിക്കണം എല്ലാവരും പോകുമ്പം, അല്ലാണ്ട് ലൈക്ക് എപ്പോഴും നല്ലൊരു വെൽക്കമിങ്. പക്ഷെ എനിക്ക് കമ്പൽസറി നോക്കും, നമ്മൾ ഇവിടുന്ന് നോക്കുന്ന പോലെ അല്ല അവർ നോക്കും. കാരണം നമ്മൾ അത്രയും പൈസ ചിലവാക്കി പോകുന്നത്, നമ്മൾ ആരെയും ഇതിലൊന്നും അല്ല പോകുന്നത്. നമ്മൾ അത്രയും പൈസ ചിലവാക്കി നമ്മൾ ആ ഒരു ഇത് നേടാൻ. എൻ്റെത് 1 year ആയിരുന്നു കോഴ്സ്. എന്നിട്ട് ഒരു 6 months ഇന്റേൺഷിപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് എത്ര വരുന്നത്? എനിക്കിപ്പോ 2 years ആണ് സ്റ്റേ ബാക്ക് വരുന്നത്. അതിനെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. നോർമലി ഒരു ബേസിക് ആയിട്ടുള്ള സാലറി എത്ര കിട്ടി തുടങ്ങുന്നത് അവിടെ? ബേസിക് ഇപ്പം പെർ അവർ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത 11.44 pounds ആണ് ഒരു 1 pound 100 വെച്ച് കൂട്ടിയാലുള്ള ആ ഒരു പൈസയാണ് വരുന്നത്. ആനുവലി ഇപ്പൊ ബേസിക് പേ ആനുവലി വരുന്നത് 23,500 അങ്ങനെയാണ് വരുന്നത്. അതായത് 23 ലക്ഷം 24 ലക്ഷം അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അത് ബേസിക് പേ ആണ്. എല്ലാവർക്കും ആ പേ എന്തായാലും കിട്ടിയിരിക്കണം. ബേസിക് സാലറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഡിപ്പെൻസ് ഓൺ നമ്മളെ എക്സ്പീരിയൻസ്. ഇല്ല, അവിടെ തന്നെ പാർട്ട് ടൈം ചെയ്യാറുണ്ട്. വെക്കേഷൻ സമയം ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, അല്ലാത്ത തവണയൊക്കെ പാർട്ട് ടൈം തന്നെ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ UK എന്നുള്ള കൺട്രിയിലേക്ക് എന്താ പറയുക മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലൈക്ഷിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മോശമായ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകാം, പക്ഷെങ്കിൽ ഇത് ലൈഫിൽ 1 time ഒരു അച്ചീവ്മെൻ്റ് ആണ്. നമുക്കൊന്ന് പുറത്തു പോയി പഠിക്കാം. എല്ലാവരും പറയും ലൈക്ക് എന്തിനു UK പോകുന്നത്, കുറേ സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ലേന്ന്. പക്ഷെങ്കിൽ നമുക്കുള്ള ആ ഒരു കറേജാണ് പോവാന്നുള്ളത്. മീൻസ് അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഈ പറയുന്ന ആൾക്കാർക്കൊന്നും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ പോവുക, ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക, കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെ കാണാം. പിന്നെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ യൂണിവേഴ്സിറ്റിന്റെ കാര്യത്തിൽ? എനിക്ക് ഞാൻ നോക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്കിങ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തായിരുന്നു. കാരണം കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നമുക്ക് കണ്ടാൽ നല്ലതായിരിക്കും. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ റാങ്കിങ് നമ്മൾ നോക്കണം എന്തായാലും. പല റാങ്കിങ് ഉണ്ട് യൂണിവേഴ്സിറ്റീസിലെ, അവരുടെ മോഡ്യൂൾസ്, അവരെ എങ്ങനെയാണ് അവരുടെ ലൈബ്രറി സെറ്റിങ്സ്. കാരണം നമുക്ക് ലൈബ്രറി അത്യാവശ്യമാണ് അവിടെ പോയി കഴിഞ്ഞാലുള്ള അസൈൻമെൻറ്റ്സും കാര്യമൊക്കെ അവിടെ ഇരുന്നിട്ട്. അപ്പം അതൊക്കെ ഒന്ന് മെയിനായിട്ട് നോക്കണം. മെയിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് റാങ്കിങ് യൂണിവേഴ്സിറ്റീസ് നോക്കി എടുക്കുക എന്നുള്ള. അത്രേ ഉള്ളൂ. നമ്മൾ UK എന്നുള്ള കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. നമുക്ക് അഫോർഡബിൾ ആയ നല്ല റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. സേഫ് ആണ്, ഇനി ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല. ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടെങ്കിലും ഇപ്പോൾ UK എന്നുള്ള കൺട്രി നമുക്ക് എബ്രോഡ് പഠിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ് ആണ്. ഇപ്പോൾ ലഗീഷ് ചൂസ് ചെയ്തത് ഏത് കോഴ്സ് ആയിരുന്നു എബ്രോഡ് പഠിക്കാൻ? ഞാൻ MSc ഇന്റർനാഷണൽ ബിസിനസ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്.
അത് ചൂസ് ചെയ്യുന്ന റീസൺ ഉണ്ടായിരുന്നു ആ ഒരു കോഴ്സിലേക്ക്? റീസൺ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എടുത്തത് ബിസിനസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആണ്, BBA ആണ് എടുത്തിരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് സമയത്ത്. ബിസിനസ് റിലേറ്റഡ് ആയി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് പഠിക്കണം എന്നുണ്ടായിരുന്നു. MBA എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ്, നാട്ടിലുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു പുതുമയായി ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഇന്റർനാഷണൽ ബിസിനസ് എടുത്തു. അതായിരുന്നു മെയിൻ ആയിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നത്. അതെ. ഇപ്പം ആ ഒരു കൺട്രിയിൽ ഇപ്പം UK എത്തിച്ചതിന് ശേഷം ഏതൊക്കെ ടൂറിസ്റ്റ് സ്പോട്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? മെയിനായിട്ട് ഞാൻ വിസിറ്റ് ചെയ്തത് സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നുള്ള രാജ്യങ്ങളായിരുന്നു. സ്കോട്ട്ലൻഡിൽ എനിക്ക് എഡിൻബറ എന്ന് പറയുന്ന സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ്, ആർക്കിടെക്ചറലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഇതുവരെ നമ്മൾ UK കാണാത്തൊരു സംഭവങ്ങൾ അവിടെ കാണാൻ പറ്റി, അതുണ്ടായിരുന്നു. വെയിൽസ് വളരെ ഒരു നാച്ചുറലി ഒരു ഗ്രീൻ, നമുക്കൊരു കേരളത്തിലൊക്കെ പോയ ഒരു വൈബായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോഴും ബക്കറ്റ് ലിസ്റ്റിൽ ഒരു വിസിറ്റ് ചെയ്യാനുള്ള ബക്കറ്റ് ലിസ്റ്റിൽ ഏതെങ്കിലും സ്പോട്ട് എന്താ പറയുക നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? സ്കോട്ടിഷ് ഐലൻഡ്സ് കാണുന്നുണ്ട്, കാരണം അത് കുറച്ചുകൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ, അതായത് ഒരു മല അങ്ങനെയുള്ള. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പറ്റുമല്ലോ, നമ്മളെ ട്രാവൽ എങ്ങനെയാണ് വരുന്നത്? യൂണിവേഴ്സിറ്റി ടു ഹോസ്റ്റൽ അല്ലെങ്കിൽ റൂം ട്രാവലും കാര്യങ്ങളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട്സ് ഉണ്ട് നമുക്ക്, അല്ലാതെ മെട്രോസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് എനിക്ക് തോന്നുന്നു ബസ് പാസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് എന്തെങ്കിലും കൺസെഷൻസ് ഉണ്ടോ അവിടെ? സ്റ്റുഡൻസിന് കൺസെഷൻസ് ഇല്ല. അതായത് നമുക്ക് £2 ആണ് മിനിമം ചാർജ് വരുന്നത് പോവാൻ വേണ്ടിയിട്ട്, ഒരു ടൈം ട്രാവൽ ചെയ്യാൻ. അല്ലാതെ നമുക്ക് ഇത് എടുക്കാം, മന്ത്ലി പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് അവിടെയുള്ള എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും കയറാനുള്ള ഒരു പാസ് ഉണ്ട്. അതാണ് ഞാനൊക്കെ ചൂസ് ചെയ്യുന്നത് എഫോർഡ് ആയിട്ട്. ഞാൻ നേരത്തെ സൂരജിനോട് പറഞ്ഞതുപോലെ നമുക്കൊരു ആപ്സ് ഒക്കെ ഉണ്ട്, സ്റ്റുഡൻറ് ബീൻസും അതിൻ്റെ സ്റ്റുഡൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആപ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ എടുക്കാം. ആ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല സാധനങ്ങളും വാങ്ങാം. അതായത് ഇപ്പം നമുക്ക് അവിടെ റെയിൽ കാർഡ് ഓപ്ഷൻ ഉണ്ട്. UK മെയിൻലി റെയിൽ ചൂസ് ചെയ്യുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്കത് കുറച്ചുകൂടെ അഫോർഡബിലിറ്റി ആക്കണ്ടെങ്കിൽ നമുക്ക് അവിടെ റെയിൽ കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. റെയിൽ കാർഡ് പർച്ചേസ് ചെയ്യുക വിത്ത് ദിസ് ആപ്പ്, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് എടുക്കാം. ഇപ്പോൾ ഒരു £30 ആണ്, നമുക്ക് £15 കിട്ടും, ഹാഫ് പ്രൈസിൽ കിട്ടും ടിക്കറ്റ്സ്. UK ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്? ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ചേഞ്ച് ആണുള്ളത്. കാരണം വിൻ്ററിലാണെങ്കിൽ ഒരു മൈനസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, ഒരു -4 ഒക്കെ പോയിട്ടുണ്ട്. കാനഡ പോലെ ഇല്ല, പക്ഷേങ്കിൽ ഉണ്ട്, ആ ഒരു ഇതുണ്ട്. അല്ലാണ്ട് സമ്മർ ആകുമ്പം ഒരു 23-28 പോകും. ആ സമയം നമുക്ക് എന്തായാലും ആ ഒരു വേരിയേഷൻ മനസ്സിലാവും, കാരണം തണുപ്പെന്നവർ പോകുമ്പം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് സഹിക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെൽഫ് കുക്കിംഗ് ആയിരുന്നു? സെൽഫ് കുക്കിംഗ് ആയിരുന്നു. കാരണം അവിടെയുള്ള ഫുഡ് എന്നൊക്കെ പറയുമ്പം ബർഗേഴ്സും ഇതൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ. മെയിൻ ആയിട്ട് ബ്രിട്ടീഷ് ഫുഡ് എന്ന് പറയുമ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിഷ് ആയിരിക്കത്തില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യുന്നത് തന്നെയാണ് എളുപ്പം. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ല, ഒരു ബർഗറൊക്കെ കഴിച്ചേ പറ്റത്തുള്ളൂ. അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ബർഗേഴ്സ് ഉണ്ട്. KFC, മെക്ഡൊണാൾഡ്സ് തന്നെയാണ് മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്, അഫോർഡബിൾ ആണ്. അപ്പം ആ ഒരു ഫുഡ് തന്നെയായിരുന്നു. ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ അവിടെ. ഇപ്പൊ UK സിറ്റിസൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്. UK സിറ്റിസൺ ബ്രിട്ടീഷുകാർ തന്നെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ മലയാളികൾ തന്നെ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തതും PR കിട്ടിയ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് UK PR കിട്ടാൻ കുറച്ച് എളുപ്പമാണെന്നൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവർ ഈ ടൈമൊന്നും അതിൽ ആഡ് ചെയ്യത്തില്ല, PR-ലേക്ക് ആഡ് ചെയ്യത്തില്ല. കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. PR-നെ കുറിച്ച് അധികം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. ഇപ്പം നമ്മൾ നോർമലി UK-ലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണം? അതായത് നമ്മളെ ബാഗ് പാക്ക് ചെയ്യുന്നിട്ടുള്ള കാര്യങ്ങൾ. ബാഗ് പാക്ക് ചെയ്യുന്നത് കൊണ്ടുപോയ സാധനങ്ങൾ എന്ന് പറയാൻ കറി പൗഡേഴ്സ് ആയിരുന്നു മെയിനായിട്ട് കൊണ്ടുപോയത്. അവിടെ കിട്ടാതില്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഈ മുളക് പൊടിയൊന്നും ഇല്ലാണ്ട് നമുക്കൊരു പരിപാടിയില്ലാതെ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും അവിടെ നിന്നൊക്കെ വാങ്ങാൻ. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജാക്കറ്റ് ഒന്നും ആരും കൊണ്ടുപോകേണ്ട, അവിടെ ജാക്കറ്റൊക്കെ നല്ല വിലക്കുറവിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം കിട്ടും. ഇവിടുന്ന് ഡെക്കത്തലോണൊന്നും കൊണ്ടുപോയി അവിടുത്തെ തണുപ്പിനൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ മെയിനായിട്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മതി. ഈ ബൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അത് വെയിറ്റ് ആയി കൊണ്ടുപോകണ്ട, പറ്റുന്നതും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുക. ഗ്രോസറീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇത്തിരി അരി, കടല അങ്ങനത്തെയൊക്കെ സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ കിട്ടും, ഒക്കെ കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ എക്സ്പെൻസീവ് ആണ്. ഫസ്റ്റ് ഒരു സ്റ്റുഡൻ്റായി പോകുമ്പോൾ നമുക്ക് അത്ര പൈസ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. മെയിനായിട്ട് അതൊക്കെ കൊണ്ടുപോയായിരുന്നു. ഡ്രസ്സ് കഴിയുന്നത് ഒഴിവാക്കുക. ഞാൻ പോകുമ്പോൾ കുറേ ഡ്രസ്സ് എടുത്തിട്ടായിരുന്നു പോയി, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഡ്രസ്സൊക്കെ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ് ആകുമ്പോൾ അവിടുന്ന് വാങ്ങുന്നതാണ് ബെറ്റർ. കാരണം അവിടുത്തെ തണുപ്പിന് അവിടുന്ന് വാങ്ങുമ്പോൾ ബെറ്റർ ആയിരിക്കും. ഇവിടുന്നേ കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സമ്മർ ടൈം ആണെങ്കിലും ഒരു 2 മാസമേ സമ്മറുള്ളൂ, അതിന് മാത്രമുള്ള ഡ്രസ്സ് കൊണ്ടുപോയാൽ മതി. അതും അവിടുന്ന് കിട്ടും. ഡ്രസ്സൊന്നും എനിക്ക് അത്ര എക്സ്പെൻസീവായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല.
ഉണ്ടാവില്ല. ഇപ്പൊ നോർമലി എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ലഗേജിന്റെ വെയിറ്റ് എത്ര വരുന്നത്? മിനിമം നിങ്ങളുടെ ലഗേജിനുള്ള വെയിറ്റ് എത്ര വരുന്നത്? ഞാൻ പോകുമ്പോൾ KLM എയർലൈൻസ് ആയിരുന്നു ചൂസ് ചെയ്തത്. നെതർലാൻഡ്സ് എയർലൈൻസ് ആയിരുന്നു. എനിക്ക് 2 ബാഗ് എടുക്കായിരുന്നു, അതായത് ലാർജ് ബാഗ് എടുക്കായിരുന്നു. 23 പ്ലസ് ഒരു ക്യാബിൻ ബാഗ് ഒരു 10 ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് അത് വേരിയേഷൻസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പം എയർ ഇന്ത്യയിൽ ഇതുപോലെ എടുക്കാം, എത്തിഹാഡ് എടുക്കാൻ പറ്റത്തില്ല. എത്തിഹാഡിൽ ഒരു ബാഗ് 23 kg എടുക്കാൻ പറ്റത്തുള്ളൂ. ഡിഫറെൻ്റ് ആണ് ഓരോ എയർലൈൻസ് പോലെ ഇരിക്കും തോന്നുന്നു. ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയി തിരിച്ച് വെക്കേഷനും എന്തൊക്കെ സാധനങ്ങളാണ് നോർമലി ഇങ്ങോട്ടേക്ക് പാക്ക് ചെയ്യാറ്? മെയിനായിട്ട് കൊണ്ടുവരുന്നത് മുട്ടായാണ്. ഒന്നാമത് UK കൊണ്ടുവരാനൊന്നുമില്ല, കാരണം എക്സ്പെൻസീവ് ആണ്. ദുബായ് പോലത്തെ ഒരു സ്ഥലമല്ല, നമുക്കൊന്നും വാങ്ങാൻ അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. ഈവൻ ഒരു ചോക്ലേറ്റ്സ് വാങ്ങണമെങ്കിൽ പോലും എക്സ്പെൻസീവ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നാലും നാട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം, അതുകൊണ്ടുവരും. ഫുഡ് റിലേറ്റഡ് ആയിട്ട് മീൻസ് ലൈക്ക് കോഫി അങ്ങനത്തെയൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഇതൊക്കെ തന്നെ മെയിനായിട്ട്. ഇപ്പൊ നോർമലി ഇവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തിച്ചേർന്നു, ഒരു പുതിയൊരു സ്റ്റുഡന്റ് പുതിയൊരു കൺട്രിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് വരുന്നത്? മീൻസ് യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ജസ്റ്റ് ആ സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും? നമ്മൾ പോയിട്ട് BRP വാങ്ങണം. ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം BRP വാങ്ങണം. BRP ആണ് നമ്മൾ റെസിഡൻസ് പെർമിറ്റ് കാർഡാണ് അവിടുത്തത്. അതുണ്ടെങ്കിലേ ബാക്കിയുള്ള ആക്സസ് ഒക്കെ. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് ഞാൻ പറയുന്നില്ല, പൊതുവായിട്ട് ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോയി നമ്മൾ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഐഡന്റിറ്റി അവരെടുക്കത്തില്ല, BRP എന്ന് പറയുന്ന കാർഡാണ് എടുക്കുക. അപ്പോൾ ആ കാർഡ് വാങ്ങാൻ നമ്മൾ ഡിഫറെൻ്റ് ആണ് ഓരോ സ്ഥലത്തും. എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലിവർപൂൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് വേണ്ടത്. ചിലവർക്ക് അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുമായിരുന്നു. ഡിഫറെൻ്റ് ആണ്. മെയിനായിട്ട് വേണ്ടത് അതാണ്. അത് നമുക്ക് ഈ വിസ അടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടും, ഈ സ്ഥലത്താണ് അത് ഉണ്ടാകുക, ആ സ്ഥലത്ത് പോകുക. മെയിനായിട്ട് അത് ഫസ്റ്റ് വാങ്ങുക. അതാണ്. ഇപ്പം നമ്മൾ നോർമൽ സ്ഥലത്ത് എത്തി, ഒരു പുതിയ കണ്ടിലെത്തി, ഒരു വീട്, ഒരു റൂമും വീടൊക്കെ സെറ്റ് ചെയ്ത് അവിടെ പിന്നെ അവിടുത്തെ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നമാണ് ക്യാഷ്. ഇവിടുത്തെ കറൻസി അവിടെ യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പൊ ആ സമയത്ത് അവിടെ എങ്ങനെയായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു? കറൻസി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ട്രാവൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ എയർപോർട്ട് മുതൽ അങ്ങോട്ടുള്ള ആക്സസ് മൊത്തം ചെയ്തിരുന്നത്. പിന്നെ അവിടെ എത്തിയ ബാങ്ക് എടുക്കൽ വളരെ എളുപ്പമാണ്. ഓൺലൈനായിട്ട് എടുക്കാം, കാർഡ് നമുക്ക് വീട്ടിലെത്തും. ഇവിടെയുള്ള പോലെ തന്നെ ഓൺലൈനായിട്ട് എടുക്കാൻ വീട്ടിലെത്തും. ടാപ്പിംഗ് ആണ് മെയിനായിട്ട്, സ്വാപ്പിംഗ് അല്ല. അതുകൊണ്ട് ടാപ്പ് ചെയ്യുക പോവുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ ഗ്രോസറീസ് അതൊക്കെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണ്. ഷോപ്സും കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. ഷോപ്സ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പോകുന്നതൊക്കെ ടെസ്കോ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, അൽദി എന്ന് പറയുന്ന ഷോപ്പുണ്ട്, ലിഡിൽ, സെയിൻസ്ബറി. ഇതൊക്കെ കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. അവിടെ നമുക്ക് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കിട്ടും. ഇന്ത്യൻ ഗ്രോസറീസ് വേറെ തന്നെ ഉണ്ടാവും. എന്നാൽ ഇപ്പം എനിക്ക് തോന്നുന്നു ടെസ്കോയിലൊക്കെ ഇന്ത്യൻ ഗ്രോസറീസും വന്നു തുടങ്ങി, നമ്മളെ പൊറാട്ടയൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ UK നിന്ന് വെക്കേഷൻ വന്നിട്ടുള്ള ലൈഷ ആ ഒരു തിരക്കിനിടയിലാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ലൈഷ, ഒരുപാട് സന്തോഷം ഇത്രയും ടൈം നമുക്കൊപ്പം സ്പെൻഡ് ചെയ്തതിനും ഇൻഫർമേഷൻസ് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഷെയർ ചെയ്തതിനും. ഓക്കെ, പുതിയൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.